Subi, go push her, man. What is this? No, I don't want to touch this person, man. That's it. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിലെ ഒരു സ്ത്രീ ചെയ്ത ഏറ്റവും വലിയ നീചമായ പ്രവൃത്തി എന്ന് തന്നെ പറയാം. അതായത് ഒരു മതത്തിൻ്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയൊക്കെ വ്രണപ്പെടുത്തുക എന്ന് പറയുന്നത് അത് വലിയ കുറ്റമാണത്. ശരിക്കും ഇന്ത്യയിൽ നിലവിൽ IPC വകുപ്പ് സെക്ഷൻ 295A ആക്ട് പ്രകാരം പീനൽ കോഡ് ഇത് വലിയ കുറ്റകൃത്യമാണ്. അതായത് 3 വർഷം വരെ ജയിലിൽ കിടക്കാവുന്ന കുറ്റകൃത്യമാണിത്. അതായത് ഇതിന് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു വർഗത്തിലെ പൗരന്മാരുടെ മതവികാരങ്ങളെ ബോധപൂർവം ദുരുദ്ദേശത്തോടെയും വാക്കുകളുടെയും സംസാരത്തിലൂടെയോ എഴുത്തിലൂടെയോ അടയാളപ്പെടുത്തുന്നതിലൂടെ പ്രത്യേകമായി പ്രതിനിധീകരിക്കുന്ന മതത്തെയോ മതവിശ്വാസത്തെയോ അവഹേളിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുക. അതായത് ഇത് 3 വർഷം വരെ ജയിലിൽ കിടക്കാവുന്ന കുറ്റമാണ് ചെയ്തിട്ടുള്ളത് ഈ സ്ത്രീ ഒരു മലയാളിയാണ്. യഥാർത്ഥത്തിൽ ബാംഗ്ലൂരിലാണ് ഈ സംഭവം. അതായത് അവിടെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി റെസിഡൻസ് അസോസിയേഷനും ഇവരൊക്കെ പാടെ ഒരു ഓണത്തിന് ഒരു പൂക്കളമിട്ടിട്ട് ഒരു ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അവിടെ ഒരു സ്ത്രീ വളരെ ധാർഷ്ട്യത്തോടെ ഒന്നെങ്കിൽ കേരളത്തോടുള്ള വളരെ അല്ലെങ്കിൽ അവളൊരു മലയാളിയാണ്, പിന്നെ കേരളത്തോടുള്ള മോശം മനോഭാവമാണോ എന്ന് പറയാൻ പറ്റൂല. പക്ഷേ ചിലപ്പോൾ അവൾ ഇനി നിരീശ്വരവാദികളായിട്ടുള്ള ചില ആളുകളുണ്ടല്ലോ, ചില ധാർഷ്ട്യത്തോടെ, അത്തരത്തിൽ എന്ത് തന്നെ ആയാലും വളരെ ധാർഷ്ട്യത്തോടെയാണ് അവളുടെ ആ നിലപാട്. 3 വർഷം ജയിലിൽ കിടക്കാവുന്ന, കാരണം ഇങ്ങനെയുണ്ട് നിലവിൽ സമൂഹത്തിൽ ചില ആളുകൾ ചെയ്യുന്ന ചില ഈഗോയുടെ പുറത്ത് അവർക്ക് തോന്നുന്ന വിധത്തിൽ മറ്റൊരാൾ വഴങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിൽ അവർ എന്തും കാട്ടിക്കൂട്ടുവാൻ യാതൊരു മടിയില്ല. മോശമായിക്കൊണ്ട്, കാരണം ഇന്ത്യയിൽ ഒരു ആളുടെയും വിശ്വാസത്തിലോ ആചാരത്തിലോ കൈക്കടത്തി അത് ആ മതവിശ്വാസത്തെയൊക്കെ വ്രണപ്പെടുത്തുക എന്ന് പറയുന്നത് വലിയ കുറ്റകൃത്യമാണ്. എത്രയും പെട്ടെന്ന് ഇതിന് നിയമപരമായിട്ട് നീങ്ങി സെക്ഷൻ 295A ആക്ട് പ്രകാരം വളരെ വലിയൊരു കുറ്റകൃത്യമാണ്. വലിയ മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന ലംഘനമാണ് നടന്നിട്ടുള്ളത്. ഈ ഒരു ആക്ട് പ്രകാരം മറ്റുള്ള മതങ്ങളുടെ വിശ്വാസങ്ങളെ ആചാരങ്ങളെ മോശമാക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ വളരെ മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതിനൊക്കെ ആക്ഷൻ എടുക്കാം. അതേപോലെ അതിനോടുകൂടി ഇത്തരത്തിൽ ഇത് നേരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ, എത്ര മോശമായിട്ടാണ്. നമ്മൾ നോക്കൂ, നിലവിൽ ഇനി കുറച്ചുകൂടെ ഭാഗമുണ്ട്, അതൊന്നും ഞാൻ കാണിക്കാം, എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. Please move. What will happen? Let me see what is the Constitution of India saying. And as per the bylaw, this is not for putting any പൂക്കളം here. നിങ്ങളുടെ തോന്നുന്ന നിങ്ങളെ കാണിക്ക്, ഞങ്ങൾക്ക് നിങ്ങളുടെ തമ്മിൽ സമയമൊന്നുമില്ല. ഓക്കെ, ആ പൂക്കളത്തിൻ്റെ സെൻറ്ററിലേക്കാണ് കയറിയിട്ട് എത്ര ധാർഷ്ട്യത്തോടെയാണ് നോക്കൂ. യഥാർത്ഥത്തിൽ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പുറത്തുനിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ വീഡിയോ എടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും വളരെ ധാർഷ്ട്യത്തോടെ ഇത്തരത്തിലുള്ള മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നവരെ യഥാർത്ഥത്തിൽ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ട് വളരെ മാതൃകാപരമായിട്ട് ശിക്ഷിച്ച് കാണിച്ചു കൊടുക്കണം. നമ്മൾ ഇത്തരത്തിൽ ചെറിയ ലംഘനങ്ങൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതിനെ ശിക്ഷിച്ചു തുടങ്ങിയാലോ അല്ലെങ്കിൽ ഇതിനെ മാതൃകാപരമായിട്ട് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിൽ വലിയ, ഇപ്പം നമ്മൾ സാധാരണ കാണാറുണ്ട് പള്ളികൾ ആക്രമിച്ച കേസുകൾ, പള്ളി പൊളിച്ച കേസുകൾ, ഇതൊക്കെ പലതും നമ്മൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പല ഉത്തരേന്ത്യയിൽ ഇത് നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഈ സൗത്തേൺ ഏരിയയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ,
ഇത് ഇനി ഏതൊരു മതവിശ്വാസികളുടെ കാര്യത്തിലും ഇത് നമ്മൾ ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നും ഇത് ഓണത്തിൻ്റെ വിഷയത്തിലല്ല, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇതിനെ കാണും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. നാനത്വത്തിൽ ഏകത്വം, ഡൈവേഴ്സിറ്റി ഒക്കെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോഴേ എല്ലാ മതങ്ങളുടെയും ചിഹ്നങ്ങളെയും അവരുടെ സംസ്കാരങ്ങളൊക്കെ ബഹുമാനിക്കപ്പെടണം, അതിനൊന്നും ആക്രമിക്കപ്പെടരുത് എന്നാണ് യഥാർത്ഥത്തിൽ. അതാണ് ജനാധിപത്യം. അതിനെതിരെ ശക്തമായിട്ട് ഇത്തരത്തിൽ ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ടി വിയിലോ ഇത്തരം ന്യൂസ് ചാനലുകളിലൊന്നും ഇത് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇവർ കാണാൻ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ അതിൻ്റെ പിറകിൽ പോയിട്ട് ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഏതായാലും ബാക്കി കൂടെ കാണാം നമുക്ക്. വിളിക്കുന്നു, എല്ലാവരും വിളിക്കും. നമുക്ക് കിട്ടും ഇതിന്റെ വീഡിയോ CCTV ക്ലിയർ ആയി കിട്ടും. ഞങ്ങൾക്ക് എവിടെ വേണം ഞങ്ങൾ വിളിച്ച് കാണിച്ച് അപ്പാർട്ട്മെന്റ് ഇന്ത്യകൾക്ക് എല്ലാവരും കാണിക്കും. കാണിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതെന്തെല്ലാം ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തു? സോപ്പ് എവിടെ ഇട്ടോളേ. നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങളാരും നിങ്ങളുടെ സർവന്റോ? ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടിട്ടോളാം. ഇത് നിങ്ങളുടെ സംസാരമാണോ? വെളച്ചിലെ കൈവച്ചിരുന്നാൽ കേട്ടോ. ഈ സ്ത്രീയുടെ പേര് സിമി നായർ എന്നാണ് കേട്ടോ. യഥാർത്ഥത്തിൽ അവിടെ ആ സോഫയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ മാറ്റി വെച്ച് വളരെ മറ്റുള്ളവർക്കൊന്നും ശല്യമില്ലാതെ വളരെ സഹകരിച്ചുകൊണ്ട് ആ ഒരു അപ്പാർട്ട്മെൻറ്റിലെ എല്ലാവരും കൂടെ വളരെ മനോഹരമായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണിത്. മലയാളി അസോസിയേഷന് ബാംഗ്ലൂരിൽ അവർ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ സെലിബ്രേഷൻ നടത്തുന്നത്. വളരെ അഹങ്കാരത്തോടെ, വളരെ ധാർഷ്ട്യത്തോടെ, എത്രമാത്രം. കാരണം ഈ വീഡിയോ എടുക്കുന്ന ആൾ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇത്, പക്ഷേ ഓൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. ആ സ്ത്രീ പറയുന്നത് എനിക്കിതൊന്നും നവറാണ്, ഞാൻ നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും ഇതിനെ പ്രതികരിക്കും എന്നുള്ള വളരെ ധാർഷ്ട്യത്തോടെയുള്ള ഒരു മനോഭാവം. കാരണം എത്രമാത്രം ചില മനുഷ്യരുണ്ട്, അവർ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും, ഒരുപാട് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാവും, പക്ഷേ സാമാന്യ വിദ്യാഭ്യാസം ഇത്തരം ചില ആളുകളിൽ തീരെ ഉണ്ടാവില്ല കേട്ടോ. കാരണം നമ്മൾ തീരെ തലയിൽ ഒരു ഓളല്ലാത്ത ഇതെന്ന് പറയാമല്ലോ, നമ്മളെ പച്ച മലയാളത്തിൽ അതിൽ പെട്ട ആളാണ് ശരിക്ക്. കാരണം ആ ഒരു പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എത്രമാത്രം കഷ്ടപ്പെട്ട് എത്രമാത്രം പ്രയാസപ്പെട്ടാണ് അറിയോ. ചില ആളുകളെ മനസ്സ് ഇങ്ങനെയാണ്, എത്ര തന്നെ ഇതായിക്കഴിഞ്ഞാലും അവരുടെ മനസ്സിൽ ഒരു തരി കാരുണ്യം ഇല്ലാത്ത മനസ്സുകളുണ്ട്. ഇതേപോലെ എന്ത് തന്നെ ആയാലും ഇപ്പോൾ ഈ നിയമപരമായിട്ടൊക്കെ അത് വിഷയമാണെങ്കിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. സത്യസന്ധമായിട്ട് ഇത്തരം ഒരു പൂക്കളുണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോഴേ എത്ര ആളുകൾ എത്രമാത്രം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ആ ഒരു പൂക്കളം സൃഷ്ടിച്ചിട്ടുണ്ടാകുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വളരെ മോശം തന്നെയാണ് ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ. ഇത്തരം ഒരു ഇത്തരത്തിലുള്ളൊരു മനുഷ്യർ എന്നൊക്കെ പറയുമ്പോഴേ എന്താണ് ഇവരൊക്കെ ചിന്തിക്കുന്നത്, എന്താണ് ഇവരൊക്കെ മനസ്സിൽ നമുക്ക് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് നിരീശ്വരവാദ ചിന്താഗതിയുള്ളവർക്ക് ഒരു പക്ഷേ ഇത്തരത്തിൽ പെരുമാറാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷേ 100% നമുക്കതാണ് എന്നും പറയാൻ പറ്റില്ല. എന്തിൻ്റെ പുറത്ത് ഇനി ഒരു പക്ഷേ ഇത്തരം ഈ ഒരു പ്രത്യേകം ഈ ഒരു അസോസിയേഷനിൽ ടീമിലുള്ള ഏതെങ്കിലും ഒരാളോട് ഒരു വൈരാഗ്യ മനോഭാവം ഉള്ളത് കൊണ്ടാണോ അതും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്ത് മനോഭാവം ഉള്ളവ ആണെങ്കിലും ഇത്തരം ഒരു മതവിശ്വാസത്തിൻ്റെ ആചാരങ്ങളൊക്കെ വളരെ വ്രണപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ എന്ത് തന്നെ ആയാലും നിയമപരമായിട്ട് തന്നെ ഇതിന് നീങ്ങണം. ഇത്തരത്തിലുള്ള ചണ്ടികളായിട്ട് സമൂഹത്തിൽ ചില ആളുകൾ പല സെക്ഷനിലും പല മതത്തിലെ ചില 1000-ൽ 1-2 ഒക്കെ പേടായിട്ട് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഏതായാലും ഇതിന് നിയമപരമായിട്ട് 3 വർഷം വരെ ഇതിന് അകത്ത് കിടക്കാവുന്ന ഇതാണ്. പ്രത്യേകിച്ച് നിയമം സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോയിട്ട് ആളുകൾ ഇതിനെതിരെ പരാതി നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ലീഗലായിട്ട് മൂവ് ചെയ്യണമെന്നാണ്. ഇത്തരത്തിൽ ആർക്കെങ്കിലുമൊക്കെ അനുഭവമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം.